ഹായ് ഫ്രണ്ട്സ്, ഇന്ന് ചെയ്ത് കാണിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിലെ റെസ്റ്റോറൻറ്റ് സ്റ്റൈൽ ഒരു പൊട്ടറ്റോ മസാല റെസിപ്പിയാണ്. ഇത് മസാല ദോശയ്ക്ക് മാത്രമല്ല, ചപ്പാത്തി, പൂരി, ബ്രെഡ് എല്ലാത്തിനും പറ്റിയ നല്ലൊരു സൈഡ് ഡിഷ് പൊട്ടറ്റോ മസാല എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. 4 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. പെട്ടെന്ന് വേകാൻ വേണ്ടി കനം കുറഞ്ഞ് അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഒരു കുക്കറിലിടുക. ഇനി ക്യാരറ്റ് ചേർക്കുക. ക്യാരറ്റ് ചേർക്കണമെന്ന് നിർബന്ധമില്ല, ചേർക്കുകയാണെങ്കിൽ വളരെ കുറച്ച് ചേർക്കുക. ഒരു മീഡിയം സൈസിൻ്റെ പകുതിയാണ്. 1/2 സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർക്കുക. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എങ്ങനെ കേട് കൂടാതെ അരച്ചെടുക്കാമെന്നും എടുക്കുന്ന അളവും എല്ലാം ചേർത്ത് ഒരു വീഡിയോ മുന്നേ ചെയ്തിട്ടുണ്ട്. കാണാൻ താല്പര്യമുള്ളവർക്ക് ലിങ്ക് കമൻറ്റ് ബോക്സിൽ കൊടുത്തിട്ടുണ്ട്. ഇനി ഒരല്പം മഞ്ഞൾപ്പൊടിയൂടെ ചേർത്തിട്ടുണ്ട്. ഇനി 2 ഏലക്ക, 3 ഗ്രാമ്പു, ഒരു കഷ്ണം പട്ട. പൊടിച്ച് ചേർക്കരുത്, ഇങ്ങനെ തന്നെ ചേർക്കുക. ഇനി ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുക. ഇനി വേകാനുള്ള വെള്ളം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണേ. ആ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ എല്ലാ ഭാഗത്താവുന്ന രീതി മിക്സ് ചെയ്തെടുക്കുക. കുക്കറിലെ ലോ ഫ്ലെയിമിൽ 1-2 വിസിൽ വരുന്നവരെ വേവിച്ചിട്ട് ഒരു 10 മിനിറ്റ് നേരം അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കുക. അങ്ങനെ ചെയ്യാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ ഫ്ലേവറെല്ലാം നല്ലവണ്ണം ആ പൊട്ടറ്റോയിൽ ഇങ്ങനെ പിടിച്ചിരിക്കുവേ. വേഗം വെന്ത് കിട്ടാനായിട്ട് നമ്മൾ ഫുൾ ഫ്ലെയിമിൽ വെക്കുമ്പോൾ പെട്ടെന്ന് 3-4 വിസിലടിക്കുമ്പോഴത്തേന് ആ വിസിലിലൂടെ അതിൻ്റെ ആ മണവും ആ ഫ്ലേവറും ഒക്കെ അങ്ങ് പോകും. ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുക്കുന്നതാണ് ടേസ്റ്റ്. ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. കുറച്ചൊക്കെ വെള്ളമൊക്കെ വേണം. ഇങ്ങനെ തന്നെ കിട്ടണം. ആദ്യമേ ചെയ്യേണ്ടത് ആ പട്ട, ഗ്രാമ്പു, ഏലക്ക എല്ലാം അങ്ങ് എടുത്ത് മാറ്റണം. ഇതെടുത്തില്ലെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് ഇങ്ങനെ കടിക്കും. അത് എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നില്ല, പ്രത്യേകിച്ച് കുട്ടികൾക്ക്. ഉരുളക്കിഴങ്ങ് ഉടയ്ക്കുന്നതിന് മുമ്പായിട്ട് അതൊക്കെ എടുത്തൊന്ന് മാറ്റി വയ്ക്കുക. എന്നാൽ പിന്നെ പൊടിച്ച് ചേർത്ത് കൂടെ എന്ന് തോന്നാമേ. ഇങ്ങനെ ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഓവറായിട്ട് ആ ഗരം മസാലയുടെ മണവും രുചിയും ഇല്ലാതെ കിട്ടും. ഇത്രയും ചേർത്തുള്ളെങ്കിൽ കൂടി നമ്മുടെ ഈ വിസിൽ പോകുന്ന സമയത്തുണ്ടെങ്കിലോ നല്ലൊരു നോൺ വെജ് കറിയുടെ മണമാണ്. അതെല്ലാം എടുത്ത് മാറ്റിയിട്ടുണ്ട്. ഇനിയൊന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ച് വെക്കുകയാണ്. ഇങ്ങനെ ഇതുപോലൊക്കെ തന്നെ വെള്ളം വേണേ, ഒരുപാട് ഡ്രൈ ആയി പോരുത്. അഥവാ വെള്ളം വേണമെങ്കിൽ ശകലം ഒഴിക്കാവുന്നതാണ്. ഇനി കടായി ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. അല്പം എണ്ണ ഒഴിച്ചിട്ടുണ്ട്. കൂടെ ഒരു 1/2 സ്പൂൺ നെയ്യ് ഒഴിച്ചിട്ടുണ്ട്. നെയ്യ് നിർബന്ധമില്ല, വെളിച്ചെണ്ണ തന്നെ ഒഴിച്ചാലും നല്ല ടേസ്റ്റാണ്. കടുവും പൊട്ടിയിട്ടുണ്ട്. ഇനി കുറേയേറെയായിട്ട് സവാള ചേർക്കണം. കനം കുറഞ്ഞ് നീളത്തിൽ അരിഞ്ഞിരിക്കണം. നമ്മൾ ഈ റെസ്റ്റോറൻറ്റിലൊക്കെ കണ്ടിട്ടില്ലേ, പൊട്ടറ്റോ മസാലയ്ക്കകത്ത് നിറയെ സവാള കാണും. അങ്ങനെയുള്ളപ്പോൾ നല്ല ടേസ്റ്റാണ്. ഇനി സവാള നന്നായിട്ട് വഴറ്റിയെടുക്കണം. ഞാനിവിടെ ഉപ്പ് ചേർക്കാതെയാണ് വഴറ്റിയെടുക്കുന്നത്. നിങ്ങൾ ഉപ്പ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ ഒട്ടും ബ്രൗൺ ആകാതെ വഴറ്റിയെടുക്കണം. ഒരുപാട് ബ്രൗണായ ടേസ്റ്റ് മാറും. ലോ ഫ്ലെയിമിലിട്ട് ഇടയ്ക്കിടയ്ക്കൊന്ന് മൂടി കൊടുത്താൽ മതി, പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇത് പകുതി വഴന്നതിന് ശേഷം വേണം അടുത്ത ചേർക്കാനായിട്ട്. അതേപോലെ തന്നെ കടുകിൻ്റെ കൂടെ തന്നെ കുറച്ച് ഉഴുന്ന് പരിപ്പും കടലപ്പരിപ്പും ഇഷ്ടമുള്ളവർക്ക് ചേർക്കാവുന്നതാണ്. ഇനി എരിവ് കുറവുള്ളത് കാരണം ഒരു 3 പച്ചമുളക് ചേർത്തിട്ടുണ്ട്. അത് ചെറുതായിട്ട് അരിഞ്ഞ് തന്നെ ചേർക്കുക. കൂടെ തന്നെ കുറച്ച് കറിവേപ്പിലയൂടെ ചേർത്തുകൊണ്ട് ബാക്കിയോടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി അതുപോലെ തന്നെ മൂടി വെച്ചാൽ മതി. പച്ചമുളക് ഒരുപാട് വെന്ത് ഡ്രൈ ആയി പോകാതിരിക്കാൻ വേണ്ടിയാണ് പകുതിക്ക് വെച്ച് ചേർക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഫ്ലേവർ നല്ലവണ്ണം നിൽക്കും. സവാളയൊക്കെ നല്ലവണ്ണം ഒന്ന് ചുരുങ്ങി വന്നിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി തക്കാളിയാണ് ചേർക്കേണ്ടത്. ഒരു ചെറിയ തക്കാളിയുടെ പകുതിയാണിത്. ഒരുപാട് തക്കാളി ചേർക്കരുത്, നല്ല പഴുത്ത തക്കാളി ആയിരിക്കണേ. അതോടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കണം. ആ തൊലിയൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് ചുരുങ്ങി കിട്ടിയാൽ മാത്രം മതി. പച്ചമുളക് ഇപ്പോൾ നീളത്തിൽ കട്ട് ചെയ്ത് ഇടുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ കഴിക്കുന്ന സമയത്ത് അതിങ്ങനെ എടുത്തെടുത്ത് കളയേണ്ട ഒരു പണി വരും. ഇതെല്ലാം ലോ ഫ്ലെയിമിലിട്ട് മൂടി വെച്ചാൽ മതിയേ. നമ്മൾ ഒരേ സമയത്ത് നിന്ന് ഇങ്ങനെ വഴറ്റിക്കൊണ്ട് നിൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. മൂടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വഴന്ന് കിട്ടും. ഇതെല്ലാം നല്ലവണ്ണം വഴന്നിട്ടുണ്ട്. തക്കാളിയുടെ തൊലിയൊക്കെ ഒന്ന് വാടിക്കിട്ടിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പൊട്ടറ്റോ ചേർക്കണം. നന്നായിട്ട് ഇനി മിക്സ് ചെയ്തെടുക്കണം. ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെന്നുണ്ടെങ്കിൽ ഈ സമയത്ത് ചേർത്ത് ഇളക്കുക. അതേപോലെ തന്നെ പൊട്ടറ്റോ ഒക്കെ വലിയ പീസായിട്ട് കട്ട പോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതോടൊന്ന് ഉടച്ചു വിടേണ്ടതാണ്. ലോ ഫ്ലെയിമിൽ തന്നെ വെക്കണം, ഇല്ലെന്നുണ്ടെങ്കിൽ ഒരുപാട് ഇത് ഡ്രൈ ആയി പോവും. ഇനി മല്ലിയിലയാണ് ചേർക്കുന്നത്. മല്ലിയില ചേർക്കുമ്പോൾ നല്ലൊരു
ഫ്ലേവറാണ്. ഇനി ഒരു 1/2 സ്പൂൺ നെയ്യൂടെ ചേർത്തിട്ടുണ്ട്. ഇപ്പം ഞാൻ ടോട്ടൽ 1 സ്പൂൺ നെയ്യ് ചേർത്തിട്ടുണ്ട്. നെയ്യ് നിർബന്ധമില്ലാത്ത കാര്യമാണ്. ഇങ്ങനെ നെയ്യ് ചേർക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഓരോ ദോശയ്ക്കായിട്ട് ഇങ്ങനെ നെയ്യ് ചേർത്ത് ചുടേണ്ട ആവശ്യമില്ല. നല്ല ടേസ്റ്റുമാണ് ഈ മസാലയ്ക്ക്. ഇനി ടേസ്റ്റ് കൂട്ടാനായിട്ട് ചെയ്യുന്നത് ഒരു നുള്ളു പഞ്ചസാരയാണ് ചേർക്കുന്നത്. പഞ്ചസാര ചേർത്ത് കഴിഞ്ഞാൽ ടേസ്റ്റ് ഒട്ടും കുറയത്തില്ല, കൂടത്തേ ഉള്ളൂ. പഞ്ചസാര നിർബന്ധവും ഇല്ല, നല്ല ടേസ്റ്റാണ്. ഇനി ആ പഞ്ചസാര ഒന്ന് അലിഞ്ഞ് ചേരാൻ വേണ്ടി നല്ലവണ്ണം ഒന്ന് ഇളക്കി കൊടുക്കുക ലോ ഫ്ലെയിമിൽ. ഒരുപാട് അങ്ങ് ഡ്രൈ ആയി പോലെ ഇങ്ങനെ തവയിൽ നിന്ന് ഇങ്ങനെ ഡ്രോപ്പായിട്ട് വീഴണം. ഈ ഒരു കൺസിസ്റ്റൻസി വേണം കിട്ടാനായിട്ട്. ഇതിലെ കണ്ടില്ലേ, ഉള്ളിയൊക്കെ ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ തെളിഞ്ഞ് കാണണം. ക്യാരറ്റ് ഒന്നും ഒരുപാട് ചേർക്കരുത്. അവിടെ ഇവിടെയായിട്ടൊക്കെ ഒരു ഓറഞ്ച് കളറിലൊക്കെ കിട്ടിയാൽ മതിയേ. ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നു പോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഓണാക്കി ഇടാനും മറന്നു പോലെ. ഇതുവരെ തന്ന സപ്പോർട്ട് എല്ലാം ഒരുപാട് നന്ദിയുണ്ട്. താങ്ക്സ് ഫോർ വാച്ചിങ്.